My dear students, നാം ഇന്നത്തെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചു. ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. മുമ്പത്തെ 2 ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ജേർണൽ എൻട്രി എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതിനു മുമ്പായിട്ട് എന്തിനാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് വിവിധ സമയങ്ങളിൽ വിവിധ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. അത് വ്യത്യസ്ത പേജിൽ ഒരു ബുക്കിൻ്റെ വ്യത്യസ്ത പേജുകളിലായിരിക്കും എഴുതി വെക്കുക. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റിലെ അല്ലെങ്കിൽ പീരിയഡിൽ ഒരു ക്യാഷ് ബാലൻസ് അറിയണം. അല്ലെങ്കിൽ ഒരു സുരേഷ് എന്ന ആൾക്ക് വിവിധ സമയങ്ങളിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് വിവിധ സമയങ്ങളിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പർട്ടിക്കുലർ പീരിയഡിൽ സുരേഷ് എന്ന വ്യക്തിയിൽ നിന്ന് എത്ര കാശ് കിട്ടാനുണ്ട്, അല്ല എത്ര കാശ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ വിവിധ സമയങ്ങളിലായിട്ട് നമ്മൾ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു പീരിയഡിൽ എത്ര ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ബാലൻസ് ആയിട്ടുണ്ട്, ഇതൊക്കെ അറിയണമെങ്കിൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താം. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ടി ഫോമാണ്. അതിൽ ഈ സൈഡ് ഇതിനെ ഡെബിറ്റ് സൈഡ് എന്ന് പറയും, ഇതിനെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും. ഇതിന് നമുക്ക് വീണ്ടും സബ് ഡിവിഷൻ കോളം കൊടുക്കണം. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ജേർണൽ ഫോളിയോ. അതേപോലെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് കൊടുക്കാം, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലെഡ്ജർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലെഡ്ജറിന് 2 ഭാഗമാണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡ് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നത് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ജേർണൽ ക്രെഡിറ്റ് ചെയ്തതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സൗകര്യത്തിനായിട്ട് കുറച്ച് ട്രാൻസാക്ഷനും അതെങ്ങനെ ജേർണലൈസ് ചെയ്തു എന്നതിനുള്ള ജേർണൽ എൻട്രിയും ഇവിടെ നൽകിയിട്ടുണ്ട്. ജേർണൽ എൻട്രിയിൽ നിന്നാണ് നാം ലെഡ്ജർ ആരംഭിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ജേർണൽ എൻട്രിയിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതാം? ആ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്നാൽ ജേർണൽ എൻട്രിയിൽ നിന്ന് ഒരു ലെഡ്ജറിലേക്ക് എഴുതാം. ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്യാൻ സഹായിക്കുന്നു ലെഡ്ജർ മുഖേന. നമുക്ക് നോക്കാം. ഏപ്രിൽ 1 ഫാൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫാൻ ആണ് ലെഡ്ജറിൻ്റെ പേര്. ഫാൻ ലെഡ്ജറിന് പേര് കൊടുക്കുന്നു. അപ്പോൾ ഫാനിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ട് എഴുതാം. പിന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ഒരു 2 എന്ന് ചേർക്കണം. അതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല, അതിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണ് 2. അതിൻ്റെ വിശദീകരണമായിട്ട് ഈ ഫാൻ നാം വാങ്ങിയത് ക്യാഷ് കൊടുത്തിട്ടാണ്. നമ്മുടെ ക്യാഷ്
ഇതിനർത്ഥം ഫാൻ എന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഫാൻ ഈ ലെഡ്ജറിന് അക്കൗണ്ട് എന്നാണ് പറയുക, ഫാൻ അക്കൗണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് ഇടുക. LF ഫോളിയോ എന്ന് പറഞ്ഞാൽ ഈ ലെഡ്ജറിനൊരു പേജ് ഉണ്ടാവും, ആ പേജിൻ്റെ നമ്പർ ഉണ്ടാവും. 1 ആണെങ്കിൽ 1. അപ്പോൾ നമ്മൾ 1 ഫ്യൂച്ചർ റെഫറൻസിന് ഈ സംഖ്യ എവിടേക്ക് പോയിരിക്കുന്നു, പേജ് നമ്പർ 1ലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. റെഫറൻസ് നമ്പർ LF ഫോളിയോ. ഇനി നമുക്ക് ഫർണിച്ചറിൻ്റെ 2/4 ഒരു ഫർണിച്ചർ വാങ്ങിച്ചു. April 2 ഫർണിച്ചർ വാങ്ങി 7,000 റുപ്പീസ്. അപ്പോൾ ഫർണിച്ചർ നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫർണിച്ചറിന് നമ്മൾ ഒരു ലെഡ്ജറിലേക്ക് മാറ്റാം. അനദർ ഫർണിച്ചർ അക്കൗണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഫർണിച്ചറിനെ ഫാനിലേക്ക് ഇട്ടില്ല? ഫാൻ എന്ന് പറഞ്ഞാൽ അനദർ അസറ്റാണ്. അപ്പോൾ എത്ര രൂപയുടെ ഫാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പീരീഡിൽ എന്ന് അറിയണമെങ്കിൽ ഫാനിന് റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഇതിൽ എഴുതാൻ പാടുള്ളൂ, ഫാൻ്റെ. അതേപോലെ ഫർണിച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫർണിച്ചർ അക്കൗണ്ടിലേക്ക് ഇടാം. അപ്പോൾ ഇവിടെ ഫർണിച്ചറിന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഡെബിറ്റ് സൈഡ് ലെഫ്റ്റിൽ വരുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റ് സൈഡ് വരുന്നു. ഇതിന് സബ് ഡിവിഷൻ കോളമുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അതുപോലെ ക്രെഡിറ്റ് സൈഡിലുണ്ട് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇവിടെ എല്ലാത്തിനും ഒരു ജേണൽ ഫോളിയോ കൊടുക്കണം. ജേണൽ ഫോളിയോ, ഇവിടെയും ജേണൽ ഫോളിയോ ഉണ്ടാവും. ഫർണിച്ചറിനെ ജേണൽ എൻട്രി പ്രകാരം ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നാം ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ട് എഴുതുന്നു. ഇതിന് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഡേറ്റ് 2 ഏപ്രിലാണ്. അത് ഇവിടെ 2 ചേർക്കുന്നു. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ 2 ചേർക്കുക. എങ്ങനെയാണ് ഫർണിച്ചർ വാങ്ങിയത്? ക്യാഷ് മുഖേനയാണ് വാങ്ങിയത്. അതിൻ്റെ വിശദീകരണമായിട്ട് ഇവിടെ എഴുതുന്നു. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തു. ഇനി നോക്കാം, ട്രാവലിംഗ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പം നാം അനദർ ലെഡ്ജർ, ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ചെയ്യുന്നു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ അങ്ങനെ തന്നെ കോളം കൊടുക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡെബിറ്റ് സൈഡിന് DR കൊടുക്കുക, ക്രെഡിറ്റ് സൈഡിന് CR കൊടുക്കുക. ഈ ലെഡ്ജറിൻ്റെ പേര് ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം ഡെബിറ്റ് കോളത്തിൽ നിങ്ങൾ 100 റുപ്പീസ് എഴുതുന്നു. അതിൻ്റെ വിശദീകരണമായിട്ട് എങ്ങനെയാണിത് ചിലവാക്കി, ക്യാഷ് മുഖേനയാണ് ചിലവാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാഷ് ചേർക്കുന്നു. ഇതിൻ്റെ ഡേറ്റ് ജലണ്ടറിലുള്ള ഡേറ്റ് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസിന് ലെഡ്ജർ നാം പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ 8 ട്രാൻസാക്ഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്. 3 ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഡെബിറ്റ് സൈഡിലുള്ളതാണ് നാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലുള്ളത് ചെയ്യാം. ലിസൺ ഹിയർ. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ളത് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ലെഡ്ജർ ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. 2 T ഫോമാണ് ഉണ്ടാവുക. അതിനെ സബ് ഡിവിഷൻ കൊടുക്കുന്നു.
ഡേറ്റ് എഴുതാനൊരു കോളം, പർട്ടിക്കുലേഴ്സ് എഴുതാനൊരു കോളം, എമൗണ്ട് എഴുതാൻ അനദർ കോളം. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് കോളം. ഇവിടെ ജേണൽ ഫോളിയോ ഒരു കോളം കൊടുക്കണം. അതേപോലെ ഇവിടെ ജേണൽ ഫോളിയോ റെഫറൻസിന് വേണ്ടിയിട്ടാണത്. എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ക്യാഷാണ് ക്രെഡിറ്റ്. ആ പേര്, ലെഡ്ജറിൻ്റെ പേര് ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ക്രെഡിറ്റ് സൈഡാണ്, ഡെബിറ്റ് സൈഡാണ്. ഡേറ്റ് വന്നിരിക്കുന്നത് 1 ഏപ്രിൽ. അപ്പം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം ജേണൽ എൻട്രി പ്രകാരം. അപ്പോൾ നാം ക്യാഷിനെ ഇവിടെ 6000 ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ക്യാഷ് എന്ത് മുഖേനയാണ് ക്യാഷ് ക്രെഡിറ്റ് ആയത്? ഫാൻ മുഖേനയാണ് ക്യാഷ് ക്രെഡിറ്റ് ആയത്. എൻ്റെ വിശദീകരണം ഫാൻ. ഇവിടെ ഒരു ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ ചേർക്കുക, അത് ഫോർമാറ്റാണത്, പ്രത്യേക അർത്ഥം അതുകൊണ്ട് ഇല്ല. അപ്പോൾ ബൈ ഫാൻ 6000. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കൂ, അനദർ ഡേറ്റിൽ 2 ഏപ്രിലിന് ക്യാഷിന് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് 7000. അപ്പോൾ ഇവിടെ ഡേറ്റ്, നേരത്തെ ഡേറ്റ് 1 ഏപ്രിലാണ്. 1 ഏപ്രിൽ. ഇനി 2 ഏപ്രിലിന് ക്യാഷ് വീണ്ടും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. 2 ഏപ്രിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു 7000 ക്രെഡിറ്റ് കോളത്തിൽ എഴുതുന്നു. അതിൻ്റെ വിശദീകരണം എങ്ങനെയാണ്? 7000 ഫർണിച്ചർ മുഖേനാണ്. ഫർണിച്ചർ. ഇനി നോക്കൂ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഏപ്രിൽ 3 ക്യാഷിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം വീണ്ടും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു 100. അതിൻ്റെ വിശദീകരണം ട്രാവലിംഗ്, ബൈ ട്രാവലിംഗ് 100. അപ്പോൾ ഈ ക്യാഷ് ഒരു പർട്ടിക്കുലർ ലെഡ്ജർ നാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ക്യാഷ് ഇത്രയും എമൗണ്ട് ചിലവാക്കി. 13,100 ക്യാഷ് ചിലവാക്കി. നിങ്ങളുടെ കയ്യിൽ 13,000 ഓപ്പണിംഗ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. 14,000 ഓപ്പണിംഗ് ആയിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാനേജർ ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ട്. അപ്പോൾ നമുക്ക് ലെഡ്ജർ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും 13,100 ചിലവാക്കി, ഇനി 900 ബാലൻസ് ഉണ്ട്. അപ്പോൾ 14,000 കിട്ടുന്നു. അപ്പോൾ ഈ ബാലൻസിന് നമ്മൾ ബൈ ബാലൻസ് എന്ന് എഴുതാം. അപ്പോൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്താൽ കണ്ടുപിടിക്കാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനാണ് നാം ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ജേണൽ എൻട്രി നോക്കിയാൽ ഒരുപാട് സമയം വിവിധ പേപ്പറുകളായിരിക്കും ജേണൽ എൻട്രി നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ ആ പേപ്പർ കംപ്ലീറ്റ് മറിച്ച് നോക്കുക, എന്നിട്ട് ബാലൻസ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അത് ഒഴിവാക്കാനാണ് നാം ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. വല്ല ഡൗട്ട്സുകളും നിങ്ങൾക്ക് ഇത് സംബന്ധമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് നമ്മെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.